ഇത് മതിയോ അമ്മമ്മേ? മണ്ണിന്റെ ഉരുളിൽ എന്തൊക്കെയോ പറയും. അപ്പൊ ഇത് സെറ്റ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മളുടെ വ്ളോഗ് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗ് തന്നെയാണ് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാവും വീഡിയോ ഇടുക എന്നുള്ളത്. അപ്പോൾ കർക്കിടകം തുടങ്ങുന്ന സമയത്ത് ആ വീഡിയോ ഇന്ന് കർക്കിടകം 4 ഇപ്പോഴാണ് ഞാനത് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമുക്ക് ഒരു കിടിലൻ വീഡിയോ ആണ്. അപ്പോൾ അതിലത്തെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഇതേതാ? ഇത് പൂവാങ്കുരുന്നല. അധികം ഒന്നും വെട്ടിക്കണ്ട, നമുക്ക് കുറച്ച് മതി, 3 മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് താളിൻ്റെ ഇല പൊട്ടിക്കണം. അമ്മമ്മ ഇവിടെ നിന്നാ മതി, ഞാൻ പൊടിച്ചു കൊടുന്നോളാം. ഞാൻ പൊടിച്ചോണ്ടാന്നാ പറയുന്നത്. ഇത് തിരുതാളിയില്ലേ? ഇത് തിരുതാളിയാണ്. നിറയെ ഉണ്ടായിരുന്നതാണ്, നിറച്ച്. പ്രാവശ്യം അത് കുറവാ. അധികം ഒന്നും ആവശ്യമില്ല. ഇതെന്നങ്ങനെ ഒരു കഷ്ണം പൊട്ടിച്ചാ മതിയോ? കഞ്ഞുണ്ണി എന്നാ പൊടിച്ചോളാം. ഇത് മതിയില്ലേ? ഓരോ മതി. മറ്റേ പരമ്പ് ചൂടാണ്ട് വേണമെങ്കിൽ വേറെ പൊട്ടിച്ചോ. 3 വേണോ? 3 പുറത്തും നടത്തും ഉണ്ടാക്കാൻ വെക്കലേ. ഒഴിഞ്ഞ അത് ഞാൻ വിചാരിച്ചത്. എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നിറയുണ്ട്. നടത്തോ? അത് മതിയില്ല? ഇനിയാണോ? പൊട്ടിച്ചുണ്ടല്ലോ അവിടെ. പിന്നെന്താ മുക്കുറ്റി? ചെറുത് അതാണ് 4-5 എണ്ണം മുക്കുറ്റി. അമ്മമ്മയ്ക്ക് വയ്യ കേട്ടോ, പക്ഷെ എന്നാലും ഞാൻ കുട്ടി പൊന്തിച്ചാണ്. അതവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. നിലപ്പന പൊട്ടിക്കട്ടെ. അവിടെ നിന്നാൽ ഞാൻ കൊണ്ടുവരാം. കൃഷ്ണക്കണാന്തിയോ? അതിപ്പോൾ ഏതായിരുന്നു? ശരിയാ. ഇതാണ് നിലപ്പന. നിലപ്പന നിലപ്പന കണ്ടോ? നിലപ്പന. താളിൻ്റെ എല്ലാം പൊട്ടിക്കാം. നിലപ്പന ഇപ്പോൾ ഒരു 7-8 ആയോ? 9 ആയോ? ഇത് വരല്ലോ. തലേ ചൂടാണല്ലോ വേണ്ട ഇതിൽ വെക്കാം. വരും, ഞങ്ങളുടെ കൂടെ ദശപുഷ്പം പറിക്കാൻ വരും. നമുക്ക് ശീബോധി വയ്ക്കാം. എന്താണ് എൻ്റെ പേര്? ശീബേദി. ശീബേദി എന്നാ പറയാ കുട്ടൻ. ഏതച്ഛൻ? കുട്ടനല്ലേ ശീബേദി എന്നറിയാ? മോക്ഷമേ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഈ ഒരു കഴുത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ തന്നെ ഇല മാത്രമായിട്ട് പൊട്ടിച്ചാൽ മതിയോ? മോക്ഷമി. ശരിയാ. ഇതാണ്ടോ കുട്ട? ഇതറിയോ? ഇതെന്താ അറിയോ? കൊടുത്തുവ. അതൊന്ന് പിടിച്ചു നോക്കൂ. അതൊന്ന് പിടിച്ചു നോക്കൂ എന്തായാലും. വെറുതെ നമുക്ക് മുടിയിൽ വെക്കാനും വേണം, പേരേമ്പ് ചൂടാണതും വേണം. അതന്നെ. ദശപുഷ്പത്തേക്ക് ദശമായോ എന്ന് സംശയമുണ്ട്. ദശം ഇവിടെ ഇല്ല.
ഒന്നാമത് കഴിഞ്ഞാൽ ഞാൻ ആ ചട്ടിയിൽ നിർത്തിയത് എങ്ങനെ ഉണങ്ങിപ്പോയില്ല. അപ്പോൾ വിലാസിന് കൊണ്ടുവന്നുണ്ട്. അത് നമുക്ക് എല്ലാ വർഷം വിലാസിലേക്ക് കൊണ്ടുവന്നേരം അറിയ വർഷം കിട്ടിയിട്ടില്ല. നമുക്ക് ഓർമ്മയുണ്ടാഴ്ച ഉള്ളു കൊണ്ടുവരും പറഞ്ഞില്ലെങ്കിൽ. അതിലേക്ക് പറിച്ചുണ്ടാക്കണം. മൂന്ന് കെട്ടാക്കി അതും വേണോ? പിന്നെ അങ്ങനെ കാണിക്കണം. അത് സൂം ചെയ്തിട്ട് സൂം ചെയ്യണ്ട്. അവിടുന്ന് അല്ല ഇതെന്താ ഇപ്പൊ തന്നെ കെട്ടണ? രാമായണമാസം തുടങ്ങിയോ? ആ ശരിയല്ലേ, നാളെയാണല്ലോ അസംബ്ലി. എന്തിനു ഇഷ്ടല്ല ബുക്ക്? ആ ആ മുത്തശ്ശി എന്താ ഇങ്ങനെ പിടിച്ച് കയ്യിലിരുന്ന് കാണിക്കണത്? മിണ്ടല്ലേ, കറുക, ഉഴിഞ്ഞ, മൊയൽ ചെവിയൻ അല്ലേ, കഞ്ഞുണ്ണി, ചെറുള, തിരുതാളി. തിരുതാളിയാണ്. ആ മുക്കുറ്റി, നിലപ്പന, ഇതെന്താ പൂവാങ്കുരുന്നില, മോക്ഷമി. 9 2 3 4 5 6 7 8 ദശപുഷ്പം നമ്മൾ റെഡിയാക്കി വെക്കുകയാണ്. പക്ഷെ ഇതിൽ ദശപുഷ്പം ആയിട്ടില്ല, നവപുഷ്പമായിട്ടുള്ളൂ. അതെ, വിലാസിൻ ചേച്ചി കഴിഞ്ഞാൽ അത് എത്തും. അപ്പം നമ്മൾ ഇതിൽ കൂട്ടിച്ചേർക്കും. ഉള്ളത് കൂട്ടിയിട്ട് വെക്കുകയെന്നാണല്ലോ. മഞ്ഞളും പത്താമത്തെ മിസ്സിംഗ് ആയിട്ടുള്ളത് എന്താ അമ്മമ്മ? അമ്മമ്മ കൃഷ്ണക്രാന്തിയും കൂടി കിട്ടണം. അത് എല്ലാ വർഷവും നമ്മൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക ചെയ്യാറ്. പക്ഷെ അതോടുകൂടി സാരല്ല, അതൊന്നും കുഴപ്പമില്ല, ഉള്ളത് വെച്ച് ചെയ്യാം. താളിന്റെ ഇലയിലാണ് കേട്ടോ നമ്മൾ എടുത്ത് വെക്കുക. അപ്പൊ അതിന് വേണ്ടിട്ട് താളിന്റെ അത് വേറെ. അത് താളി വെക്കാനും ഇത് കിട്ടിയില്ലെങ്കിൽ താമരട്ടാൽ എടുത്താലും മതി, രണ്ടുപേരും പോലെ ചെയ്യും. പക്ഷെ ഒന്നാവില്ലല്ലോ, അത് വേറെ ഉള്ളൂ. ഇത് നമ്മൾ ഇത് വെക്കാനല്ലേ അമ്മമ്മേ? അത് പെരമ്പ് കുത്താനോ? അല്ല, ഇത് രാവിലേക്ക്. ഇത് താള്. ഇപ്പൊ നേരത്തെ പറഞ്ഞ താളിന്റെ അല്ല പറഞ്ഞില്ല. ഇത് നമ്മള് പക്ഷെ എന്തിനറിയോ, വേരോടെ തന്നെ എടുക്കും. ഇത് കൂടെ മഞ്ഞളും കൂടെ വെക്കും കേട്ടോ. മഞ്ഞളിന്റെ ചെടി. ആ, അതെന്തിനറിയോ? എന്നിട്ട് വീടിന്റെ മുകളില് ഉമ്മറത്തും പിന്നെ അവിടെ കിഴക്കോർത്തും വടക്കോർത്തും നമ്മളെ വീട്ടിലേക്ക് കയറുന്ന സ്ഥലങ്ങൾ അവിടെയൊക്കെ മണ്ണിന്റെ ഉരുളിൽ എന്തൊക്കെയോ പറയും. മണ്ണിന്റെ ഉരുളയിലാക്കിയിട്ട് നമ്മളത് ദശപുഷ്പം കൂട്ടിയിട്ട് വെക്കും. മഞ്ഞള് കിട്ടിയാ? താള് കിട്ടി. ഇത് മഞ്ഞള് കണ്ടോ? മഞ്ഞൾ ഇങ്ങോട്ട് ഫ്രഷായിട്ട് പറിച്ചിട്ട് വരികയാണ്. മഞ്ഞളിന്റെ ചെടി. എന്താ മണം? നിറം പോയി അല്ലേ? 3ാമത്തെ കൊല്ലത്തിൽ പറിച്ച് മണ്ണിന്റെ ഉരുളയിലാ വെക്കുക. അപ്പൊ അതിന് വേണ്ടി മണ്ണിന്റെ ഉരുള ഉണ്ടാക്കട്ടോ. ഇത് മതിയോ അമ്മമ്മേ? ഒന്നിനത് മതിയോ? അത് ഞാൻ ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ട്. ഓൾറെഡി അതാ പൊട്ടിച്ച് വെച്ചിരിക്കുന്നു. അല്ല, അത് വെക്കാൻ വേണ്ടിട്ട് മഞ്ഞളും താളും ഇതുപോലെ ഇപ്രാവശ്യം കുറച്ച് ഈസി ആയിട്ട് കൊട്ടിരുന്നോട്ടെ വെച്ചിട്ട് ഉരുളയിലൊക്കെ വെക്കുന്നതിനെക്കാട്ടും നല്ല കാര്യം എഴുതിയിട്ട് ഞാൻ ചിരട്ടയിൽ മണ്ണാക്കിയിട്ട് വെച്ച കേട്ടോ. അപ്പോൾ ഇത് സെറ്റ് നമ്മളെല്ലാം സെറ്റാക്കിയിട്ട് ഇവിടെ വെച്ചു. അതിൽ വെള്ളവും തളിച്ചിട്ട് വെച്ചു. ഇനി നാളെ രാവിലെ ഇതെടുക്കുള്ളൂ അല്ലേ, ശിവബോധി വയ്ക്കാൻ വേണ്ടിയിട്ട്. അതായത് കർക്കിടകം 1-ാം തീയതി. അപ്പോൾ നമ്മൾ തലേദിവസം തന്നെ ഒക്കെ റെഡിയാക്കി എടുത്ത് വെച്ചു. അതെ, വെള്ളം തളിച്ചു.
പിന്നെ ഇത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ വീടിൻ്റെ മുകളിൽ പെരപ്പുറത്ത് കുത്തുക എന്ന് പറയും. ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചാണ്. അതിലിപ്പോൾ താളുണ്ട്, മഞ്ഞളുണ്ട്, അതുപോലെ തന്നെ ദശപുഷ്പമുണ്ട്. ഇതൊക്കെ കൂടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി 3 സ്ഥലത്തും ഇത് കുത്തും, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ, ഉമ്മർത്തും കിഴക്കോർത്തും വടക്കോർത്തും. പണ്ട് പടിപ്പരയുടെ അതിൻ്റെ മുകളിലൊക്കെയും വെക്കും അല്ലേ, പടിപ്പരയുടെ മുകളിൽ. അതായത് നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സ്ഥലങ്ങളിൽ അർത്ഥം. ആ, അങ്ങനെയുള്ളവർക്കൊക്കെ വെക്കും. അല്ല, ഇപ്രാവശ്യേ അമ്മമ്മയ്ക്ക് വയ്യ, അമ്മമ്മയ്ക്ക് ക്ഷീണാണ്. ഞാൻ അതൊക്കെ ആയി, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ഷീണം കാരണം അപ്പൊ തന്നെ ഒന്നും വെക്കണ്ടാവില്ല ഇപ്രാവശ്യം എന്ന് വെച്ചു. ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല, അതാണ് ഒന്നാമത്. ദേഹം ഒന്നാമത്തെ ചോറ് കാണുമ്പോൾ ഛർദ്ദിക്കാൻ വരിക, പിന്നെ പറയാൻ പാടുണ്ടോ അത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ചെയ്തോളാം, പക്ഷെ അമ്മമ്മ ജസ്റ്റ് പറഞ്ഞെന്നാ മതി പറഞ്ഞത്. പക്ഷെ എന്റെ കൂടെ അമ്മമ്മ വന്നു. അങ്ങനെ ഞങ്ങള് അതാ എന്തായാലും ഞങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് പ്രാവശ്യത്തെ. എല്ലാത്തിലും എല്ലാം ഉണ്ട്. ഇതുവരെ കണ്ടതും ഈ കാണുന്നതും ഒക്കെ കർക്കിടക സംക്രാന്തി ദിവസത്തെയാണ് കേട്ടോ. അതായത് കർക്കിടകം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ വീട് മുഴുവൻ അടിച്ച് തുടച്ച് വൃത്തിയാക്കി എല്ലാം ഐശ്വര്യം വരണ രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക, അതാണല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ ദശപുഷ്പം നമ്മളെല്ലാം കർക്കിടക മാസം നമ്മളെ വീട്ടിൽ വെക്കാറുള്ളതാണ്. അത് ശീബോധി വെക്കുക എന്നാണ് പറയുക. അപ്പോൾ അതെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് സന്ധ്യയ്ക്ക് നമ്മൾ ഇതുപോലെ കിണ്ടിയിൽ വെള്ളവും അതുപോലെ തിരി എടുത്തിട്ട് ഇങ്ങനെ തിരി ഒഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പുറത്ത് കൊണ്ടുപോയിട്ട് അത് കളയും. അങ്ങനെ അതോട് കൂടിയിട്ടാണ് ഈ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം തീരുന്നത് കേട്ടോ. ഇനി അടുത്ത ദിവസം എന്ന് പറയുന്നത് കർക്കിടകം 1-ാം തീയതിയാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ ഇതാ കണ്ടോ, ഇങ്ങനെ സന്ധ്യ നേരത്താണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഇങ്ങനെ തിരി ഒഴിഞ്ഞിട്ട് നമ്മളവിടെ വീടിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് മുറ്റത്തേക്ക് അങ്ങോട്ടായിട്ട് പടിയുടെ അവിടേക്കായിട്ട് അത് കൊണ്ട് കളയും. സജിത്തേട്ടൻ നാട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഷോർട്സിലും ലോങ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിറന്നാളായിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് കാണാത്തവർക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ പെട്ടെന്ന് എപ്പോഴാണ് വന്നതെന്ന് തോന്നുന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ക്ലിപ്പ് ഇപ്പം കാണിക്കുന്നത്. കൃഷ്ണ അഞ്ജലി കൂപ്പി അനന്താനന്ദവാസുദേവ കൃഷ്ണ അതംഗമല്ല മകരത്തിടനെ ഈരനാരാജനീവാസ കൃഷ്ണ ഇന്നെൻ്റെ കൃഷ്ണ ഇരഞ്ജോലിക്കും നിറഞ്ഞ രൂപം നീ ഗോപാലഗോപബാല കൃഷ്ണ ഉള്ളത്തിൽ വന്നോരനീടെ അല്പവും തോന്നല്ലേ ഗോപബാല ഒട്ടല്ല കൗതുകമന്ദരങ്ങേ കൃഷ്ണ ഒമർത്തിരൂമി
മോടെ കൃഷ്ണ ഒളിവരിഞ്ഞെൻ്റെ ഗോപനാല ഔദാര്യമള കേശില കൃഷ്ണ സൗഭാഗ്യ അമ്പാടിയെ പണ്ടുവൻ അശയ ഭക്ഷിച്ച അങ്ങനെ കർക്കിടകം 1-ാം തീയതിയായി. ഞങ്ങൾ രാവിലെ തന്നെ അതാ ശീബോധി വെച്ചത് അത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മമ്മ ഒന്ന് പ്രാർത്ഥിച്ച ആ ഒരു പ്രാർത്ഥന ഇല്ലേ, അത് ഞങ്ങളൊക്കെ ചെറുപ്പം തൊട്ടിട്ട്, അതായത് ഓർമ്മ വെച്ച ആ ഒരു സമയം തൊട്ടിട്ട് കേൾക്കുന്നതാണ് കേട്ടോ. കർക്കിടക മാസത്തിൽ എന്നും രാവിലെ അമ്മമ്മ എണീറ്റ് വന്നിട്ട് ആ ഒരു നാമം ചൊല്ലും ഭഗവാന്റെ, അഞ്ജന ശ്രീധര ചാരുമൂർത്തി എന്നുള്ള ആ ഒരു എന്താ പറയുക നാമം. അപ്പോൾ അത് കേട്ടിട്ടാണ് ഞങ്ങൾ ഇത്രയും കാലം കർക്കിടക മാസങ്ങൾ ഞങ്ങളുടെ പോയിട്ടുള്ളത്. അപ്പോൾ അമ്മമ്മ അത് പാടുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഇപ്പം എന്താ പറയുക, ഇപ്പോഴൊക്കെ പാടുമ്പോൾ അമ്മമ്മയ്ക്ക് അത് മുന്നത്തെ പോലെ, മുമ്പ് നല്ല ഈണത്തിലൊക്കെ ഇങ്ങനെ പാടുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ പാടാനൊന്നും വയ്യ, എന്നാലും അമ്മമ്മയെ കൊണ്ട് പറ്റുന്ന പോലെ അത് പാടുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ ഞാൻ അമ്പലത്തിൽ പോയിട്ടോ. പാറുവിന് നേരത്തെ പോകണമല്ലോ, അപ്പോൾ പാറുവിനെ കൂട്ടിയിട്ട് ആദ്യം അമ്പലത്തിൽ പോയി, എന്നിട്ട് പാറുവിനെ കൊണ്ടുവിട്ടു. തിരിച്ച് വന്നപ്പോഴേക്കും നല്ല മഴയായി. പിന്നെ പ്രദുവിനെ റെഡിയാക്കി. അങ്ങനെ പ്രദു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്, ഇഡ്ഡലി സാമ്പാറും ചട്നിയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇനി പ്രദുവിനെ കൂട്ടിയിട്ടും എനിക്ക് പ്രദുവിനെ സ്കൂളിലേക്ക് വിടണം. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് അമ്പലത്തിലൊന്ന് കയറി തൊഴുതിട്ട് വേണം ബസ് വരുമ്പോഴേക്കും അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ശീബോധിയിൽ വെച്ചിട്ടുള്ള ദശപുഷ്പം നമ്മൾ മുടിയിൽ ചൂടുകയാണ് ചെയ്യുക കേട്ടോ ഈ ഒരു 30 ദിവസം. ചില ആൾക്കാരത് ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 10 ദിവസം അങ്ങനെയൊക്കെയാണ് ചെയ്യുക. ഇപ്പോൾ ഒക്കെ ഈ സാധനങ്ങളൊക്കെ കിട്ടാൻ വലിയ പാടല്ലേ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്തൊന്നും വരില്ല. നമ്മൾ ഇത് 30 ദിവസവും വയ്ക്കാറുണ്ട് കേട്ടോ. വെള്ളം കളിച്ച് വെച്ചിട്ട് വെള്ളം അത് ദശപുഷ്പം ചൂടാനൊക്കെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് രാവിലെ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ തന്നെ അത് മുടിയിൽ അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഒക്കെ നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. എന്താ പറയുക, അത് ഇല്ലെങ്കിലാണ് ബുദ്ധിമുട്ടെന്ന് പറയും. കർക്കിടക മാസത്തിൽ ദശപുഷ്പം ചൂട് പറഞ്ഞാൽ അതിന് ഒരുപാട്, വെറുതെ ചൂടുന്നതല്ല കേട്ടോ, അതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഈ 10 എണ്ണത്തിനും 10 ഗുണങ്ങളുണ്ടെന്നാണ് പറയുക. അത് ഓരോന്നിനും ഓരോന്നായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മുടെ മുടിയിൽ ചൂടുന്നത് അത്രയും നല്ലതാണ്. ആയുർവേദത്തിൽ അത്രയും പ്രാധാന്യമുള്ള 10 ഔഷധ സസ്യങ്ങളുടെ കൂട്ടാണ് അത്രയും ദശപുഷ്പം എന്ന് പറയുന്നത്. പൊതുവേ പറയുകയാണെന്ന് വെച്ചെങ്കിൽ സന്ധിവാതം, മുടി കൊഴിച്ചിൽ, ആസ്മ, ചർമ്മരോഗങ്ങൾ, അങ്ങനെ നമ്മൾ പൊതുവേ പറയും. ഇതിനൊക്കെയുള്ള വളരെ പ്രകൃതിദത്തമായിട്ടുള്ളൊരു പ്രതിവിധിയും കൂടിയാണ് അത്ര ഈ ദശപുഷ്പത്തിൻ്റെയൊക്കെ ഇലകൾ. ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ ദശപുഷ്പത്തിൻ്റെ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഓരോന്നിനും എടുത്ത് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും ഇത്രയും ചെറിയ ഒരു ഇല, ഇത്രയും ചെറിയ ഒരു ചെടിക്ക് ഇത്രയും ഗുണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊക്കെ ഒരുപാട് നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമല്ലേ, നമുക്ക് ഒരിക്കലും ദോഷം വരില്ല.
അങ്ങനെ ഞാൻ പ്രദൂനെയും കൂട്ടിയിട്ട് അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. രണ്ടാമത് പോവുകയാണിത്. രാവിലെ പാറുവിനെ കൂട്ടി ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രദൂന് ബസ് വരുന്നതിൻ്റെ മുമ്പായിട്ട് തൊഴുതിട്ട് വരണം. പിന്നെ അത് മാത്രമല്ല, നമ്മളുടെ അമ്പലത്തിൽ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ എല്ലാ കർക്കിടക മാസം 1-ാം തീയതിയും തുളസി നടാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള തുളസിയാണ് ഞാൻ അവിടെ ചെന്ന ഉടനെ തന്നെ പാറുവിൻ്റെ കൂട്ടിയിട്ട് അമ്പലത്തിൽ പോയ സമയത്ത് അവിടെ തുളസി പറിച്ച് വെച്ചിരുന്ന് കാണിച്ചിരുന്നല്ലോ. അപ്പോൾ അതാ അമ്മ അവിടെ തുളസി വെക്കുന്നതിൻ്റെ അവിടെയൊക്കെ വൃത്തിയാക്കി, അവിടെയൊക്കെ കുഴികളൊക്കെ റെഡിയാക്കി അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അമ്മ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അച്ഛനുണ്ടല്ലോ, അമ്മമ്മ ഉണ്ട് അവിടെ. തുളസി നടന്നു പോന്ന്. ബസ് വരും ഇപ്പോൾ. അതാണ് പ്രശ്നം. മഴ ചാറണമുണ്ട്. അങ്ങനെ ഞാനും പ്രതുവും ഒക്കെ തുളസി നട്ടു കേട്ടോ. അമ്മ രാവിലെ തന്നെ തുളസി നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അമ്പലത്തിൽ വന്നിട്ടുള്ള ഒരുപാട് പേര് കർക്കിടക 1-ാം തീയതിയൊക്കെ ഒരുപാട് പേര് തൊഴാൻ വേണ്ടിയിട്ടൊക്കെ വരുമല്ലേ. അപ്പോൾ വന്നവരെല്ലാവരും ഇതുപോലെ അവിടെ തുളസി നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു മഴച്ചാറലുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ബസ് വരാറായി എന്നുള്ള ആ ഒരു സമയത്തിൻ്റെ അതിൽ വേഗം തുളസി നട്ടിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ പുറത്തേക്ക് കിടന്നു. എല്ലാവരും നടന്ന വീഡിയോ ഉണ്ട്. ഇതൊക്കെ അമ്മ നട്ടതാ? അമ്മ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടും പിന്നെ അതുപോലെ തന്നെ തുളസിയൊക്കെ വെച്ചിട്ടും പുല്ലൊക്കെ പറിച്ച് അമ്പലത്തിൻ്റെ ചുറ്റൊക്കെ വൃത്തിയാക്കിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അമ്മ അവിടെ കുറേ നേരം പിന്നെയും നിൽക്കും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ അമ്മേനെ വെയിറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞതേ വീട്ടിലെത്തിയപ്പോൾ സജിത്തേട്ടൻ്റെ കൂടെ ഒരു ചെറിയ വീഡിയോ കിടക്കട്ടെ. കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്ന് തോന്നിക്കുന്നു. ധന്മായ ഗുണങ്ങളെ താനനുസരിക്കുക. അഞ്ജനാതനോട് ഇങ്ങനെ ക്രീഡാദേവി പഞ്ചലോചന തത്വം ഉപദേശിച്ച ശേഷം അഞ്ജസാരാമദേവൻ മന്ദഹാസവും ചെയ്തു. മഞ്ജുളഭാജാ പുനരാമോടവും ചെയ്തു. ഹനുമാൻ ശ്രീരാമൻ്റെ ഉപദേശം. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിധേ കാണുന്ന ജീവാത്മാവറിയലോ തേജോരൂപിണിയാകും. അപ്പോൾ ഇനി അങ്ങോട്ട് രാമായണത്തിൻ്റെ ദിവസങ്ങളല്ലേ. എല്ലാവരും രാമായണമൊക്കെ വായിച്ച് എന്തായാലും ഇത്രയൊക്കെ നമ്മൾക്ക് ഇപ്രാവശ്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അമ്മമ്മയ്ക്ക് അത്രയും വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല ക്ഷീണമായിരുന്നു, എണീക്കാൻ പോലും വയ്യാത്ത രീതിയിലൊക്കെ ആയിരുന്നു. പക്ഷേ ദൈവം സഹായിച്ചിട്ട് ഇപ്പോൾ ഒക്കെ ഒരുവിധം ഒരു 90-95% ഒക്കെ ആയി എന്ന് തന്നെ പറയാം. ഓണത്തിന് ഇവിടെ ആയിരുന്നു അവിടെ ഇതിങ്ങനെ ഒരു വരുമ്പതാ അതിൽ കൂടെ ആയിരുന്നു അന്ന് പോയത്. മല്ലിക പൂവാണ്. അതിപ്പോ ഉണ്ടാവില്ല, അത് കഴിഞ്ഞില്ല. ഈ റോഡാണ്. ഈ റോഡ് ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് അതവിടെ ഒരു പാലം. അയ്യോ കാണാനില്ല. അവിടെ ഒരു പാലമുണ്ട്. എൻ്റെ അമ്മോ, ഞാൻ വിചാരിച്ചു നമ്മുടെ അവിടെയുള്ളൂ ഇതെന്ന്. ഇവിടെ ഒരുപാടുണ്ടല്ലോ. ഇവിടെ അല്ല, ഇവിടെ ഉണ്ടാകും.
പുഴയായി റോഡ്. എത്ര പെട്ടെന്ന് മഴയ്ക്ക് നല്ല വെള്ളമാണ്. അതാരണേ പുഴ. വെയിലിന് നല്ല ചൂട്. അതേപോലെ തന്നെയാണ് മഴ പെയ്താൽ കർക്കിടകം ഒന്ന് ശരിക്കും അങ്ങോട്ട് തോർത്ത്. വണ്ടി നേരുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കർക്കിടകം 1-ാം തീയതിയിലെയും കർക്കിടക സംക്രാന്തിയിലത്തെ ഒക്കെ കാഴ്ചകൾ കേട്ടോ. ഇനി അങ്ങോട്ട് കർക്കിടകത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലേറ്റ് ആവാൻ കാരണം എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സജിത്തേട്ടൻ നാട്ടിലുള്ള സമയത്ത് എനിക്ക് എഡിറ്റ് ചെയ്തിടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ആകെ ഒരാഴ്ചയല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടൊക്കെയാണ് കേട്ടോ ഇതൊരു 2-3 ദിവസം ലേറ്റ് ആയത്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് അമ്മയുടെ അടുത്ത് ചോദിച്ചൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. പലരും പറയാറുണ്ട് നമ്മളുടെ ചാനലിൽ കൂടിയാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുന്നതെന്നുള്ളത്. അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. എന്തായാലും ഇനിയും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കൂടെ കൂടിക്കോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.